3 ദിവസവും ഈ സഞ്ചി ഞാൻ ഇവിടെ ഇട്ടത്. നിങ്ങളാരും അതിൽ നിന്നൊന്നും എടുത്തുകൊണ്ട് പോയില്ല. അതിൽ ആരുടെ ഒരാളുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, ഇന്നലെ ഇന്നുമൊക്കെ. ഇനിയും പരീക്ഷിച്ച് നോക്കാം. പോകാൻ വഴിയില്ല. ഇനി എങ്ങാനും പോയാൽ അത് അവൻ്റെതാണ്, എൻ്റെ അല്ല. ഞാൻ നേരത്തെ അവൻ്റെ മോഷ്ടിച്ചതാണ്. അത് ഉടമസ്ഥന് തിരിച്ചു കിട്ടി എന്ന് സന്തോഷിക്കുക. ഇതിൻ്റെ തത്വചിന്ത വളരെ സ്ട്രോങ് ആണ്. ഇതിൻ്റെ ദർശനം വളരെ ഈടുവയ്പുള്ളതാണ്. എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാവില്ല എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാവും. ഏതോ ഒരുവൻ എവിടെയോ ഒരിടത്ത് കൊല്ലപ്പെടുന്നു. കൊലപാതകിയെ പിടിക്കാൻ പോലീസുകാർ ഓടുന്നു. ഒരു കൊലപാതകി ചെയ്ത കൊലപാതകത്തിന് 100ഓളം നിരപരാധികളെ വിളിച്ച് വസ്ത്രമഴിച്ച് ഐസ് കട്ടയിൽ കിടത്തുന്നു, മുതുകത്ത് തല്ലുന്നു, പേശികളിൽ റൂൾത്തടികൾ ഉരുളുന്നു. ശരിയല്ല. ബൂട്ട്സ് കൊണ്ട് കാല് ചവിട്ടിപ്പിടിക്കുന്നു, നഖത്തിനിടയിൽ മുട്ടുസൂചികൾ കയറ്റുന്നു. ശരിയല്ല. ചെയ്തിട്ടില്ലാത്തവനെ കൊണ്ട് ചെയ്തു എന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദിവസങ്ങളോളം മാസങ്ങളോളം അത് നടന്ന ഏരിയയിൽ മുഴുവൻ കുറ്റവാളിയും കൊലപാതകിയുമായവൻ നടത്തിയ താണ്ഡവത്തെക്കാൾ ശക്തമായ താണ്ഡവം വിദ്യാഭ്യാസമുള്ളവരും അധികാരമുള്ളവരും നടത്തുന്നു, കുറ്റം തെളിയിക്കാൻ. ഒരു കൊലപാതകത്തെ ആ നാട് സഹിച്ചാൽ ഇത്രയും പീഡനം ഉണ്ടാവില്ല. തെളിയിപ്പിക്കാൻ മാധ്യമങ്ങൾ ഓടുന്നു. അവസാനം കുറ്റം തെളിയിക്കാൻ ലോക്കൽ പോലീസിന് കഴിയില്ല എന്ന് പറഞ്ഞ് കൈ വലിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് പോരാന്ന് തോന്നുമ്പോൾ CBIയെ ഏൽപ്പിക്കുന്നു. ഇതിനെല്ലാം കൂടി പാവപ്പെട്ട ക്ഷയരോഗി ഉൾപ്പെടെ കൊടുത്ത പൈസ മുഴുവൻ ഇവർ തിന്നും കുടിച്ചും മുടിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഒരു രഹസ്യം ചോർത്തിക്കിട്ടുന്നതിന് കണക്കെഴുതാതെ പണം ചെലവാക്കാം, ലക്ഷങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥിതിയിലും. am I right, അഡ്വക്കേറ്റ്? എന്നാൽ അങ്ങനൊന്നുണ്ട്, അറിഞ്ഞുകൊള്ളുക. അതായത് വാർത്ത കൊടുക്കുന്നവർ, അതിനൊരു ഇംഗ്ലീഷ് പേരുണ്ടല്ലോ, ഇൻഫോമേഴ്സ്. ഒരു ഇൻഫോർമർക്ക് കൊടുക്കുന്ന കൂലി വെളിപ്പെടുത്തേണ്ടതില്ല, ഇൻഫോർമറുടെ പേര് വെളിപ്പെടുത്തേണ്ടതില്ല. ചൗപ്പാട്ടിയിൽ ബോംബെയിൽ സ്വാമിജിമാരാണ് ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ ഇത്രയും പണവും ചെലവഴിച്ച് അവസാനം കേസിന് തുമ്പും തുരുമ്പുമില്ല എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ വീണ്ടും നമുക്ക് അജ്ഞേയമായ ഏതോ ഒരു നീതി നടപ്പാവുകയല്ലേ? പ്രകൃതിയാ. പകരം ഒരാളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നുവെങ്കിൽ ആദ്യം ഒരാൾ ക്രൂരനായൊരു കൊലപാതകിയുടെ കയ്യിൽ കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങളും ഞാനും ദുഃഖിക്കുമ്പോൾ നിരപരാധിയായൊരു മനുഷ്യൻ നിയമം കൊണ്ട് തൂക്കിലേറുന്നു എന്നും പറയേണ്ടി വരില്ലേ? നിയമം ഒരുമാതിരി അറിയാവുന്ന ഒരാളിൻ്റെ സഹായമോ നിയമം ഒരുമാതിരി സ്വയം അറിയാവുന്നവനായിരിക്കുകയോ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ വ്യക്തമായി എഴുതി വെക്കുന്ന ഒരു FIRൽ നിന്ന് തലയൂരാൻ പറ്റുമോ? നിങ്ങൾ നിരപരാധിയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയുമെങ്കിലും അതിലെഴുതി വെച്ച വർണ്ണങ്ങൾ എഴുതുമ്പോൾ വ്യക്തതയിലാണ് എഴുതിയതെങ്കിൽ പണി കുറെ കൂടുതലാണ്. പഴുതു വളരെ വിഷമമാണ് കണ്ടുപിടിക്കാൻ. അപരാധിയെ നിരപരാധിയാക്കുവാനും നിരപരാധിയെ അപരാധിയാക്കുവാനും നിയമത്തെ അവലംബിച്ചെഴുതുന്ന ഒരു FIRന് എളുപ്പമാണ്.